നമുക്ക് ആദ്യം ഈ വിഷയത്തിൽ ടി മുഹമ്മദ് ബഷീർ എംപിയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ഇത് വഖഫ് അല്ലയോ? ചില ആളുകൾ പറഞ്ഞു വരുന്നുണ്ട് ഇത് വഖഫ് അല്ല. അതിനെപ്പറ്റി ആദ്യമായിട്ട് ഞാൻ പ്രതികരിക്കുകയാണ്. ഇത് വഖഫ് തന്നെയാണ്. അത് വഖഫ് അല്ല എന്നുള്ള വാദം തെറ്റാണ്. നമ്മൾ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി കേരളത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. അതാണ് നമ്മൾ നിലപാട്. നമുക്ക് പ്രത്യേകിച്ച് വാശിയൊന്നും ഇക്കാര്യത്തിൽ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒരുമിച്ച് തീരുമാനിച്ച് UDF ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രീ ആർ വി ബാബു, UDF-ലെ രണ്ട് പ്രധാന കക്ഷികളാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. മുനമ്പ വിഷയത്തിൽ UDF-ന് ഒറ്റ നിലപാടേ ഉള്ളൂ എന്നാണ് പുറത്ത് പറയുന്നത്. പക്ഷേ വി.ഡി. സതീശന് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, ടി മുഹമ്മദ് ബഷീറിനാണ്, P.K. കുഞ്ഞാലിക്കുട്ടിക്കാണ്, KM ഷാജിക്കുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഏകകണ്ഠം ആകുന്നത്? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഈ വിഷയത്തിൽ UDF-ന്റെ പൊള്ളത്തരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയുന്നത് വരെ മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ നിശബ്ദത പുലർത്തുകയായിരുന്നു സത്യത്തിൽ. ഇനി പുറത്ത് പറഞ്ഞ ആളുകളൊക്കെ, പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ പരസ്യമായി വന്ന മുസ്ലിം പ്രതിനിധികൾ എന്ന് പറയപ്പെടുന്ന ചാനൽ അവതാരകന്മാർ ഒക്കെ UDF-ന്റെ നിലപാടിനോടൊപ്പം അല്ലെങ്കിൽ വി.ഡി. സതീശൻ പറഞ്ഞ നിലപാടിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും മുസ്ലിം സംഘടനകൾ എന്നുള്ള നിലയ്ക്ക് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അവർ മിണ്ടിയിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്കറിയാം UDF-ന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാർ മെത്രാന്മാരെ പോയി കണ്ടു, വരാപ്പുഴയിൽ പോയിട്ട് ബിഷപ്പുമാരെ പോയി കണ്ടു. അപ്പോഴും അവര് ഈ വിഷയത്തിൽ ശാശ്വതമായ സമാധാനപരമായ ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞതല്ലാതെ നാളിതുവരെ മുസ്ലിം ലീഗോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ ഈ ഭൂമി വഖഫല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ വി.ഡി. സതീശൻ തുടക്കം മുതൽ മുനമ്പത്ത് പോയ ദിവസം മുതൽ വി.ഡി. സതീശൻ മുനമ്പത്തുകാരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ സകല മുസ്ലിം സംഘടനകളും ഉൾപ്പെടെ ഇത് വഖഫല്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട്, അതങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നായിരുന്നു. നിങ്ങൾ ആദ്യത്തെ വി.ഡി. സതീശൻ അവിടെ പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അന്നത്തെ പ്രസ്താവനകളൊക്കെ മുസ്ലിം സംഘടനകൾ അടക്കം ഇതിൽ ഏകാഭിപ്രായക്കാരാണ്. മുനമ്പത്ത് നിന്ന് മുനമ്പത്തുകാരെ കുടിയൊഴിപ്പിക്കില്ല മുസ്ലിം സംഘടനകൾ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് ഇത് വഖഫല്ല എന്നാണ്. അതിന് വി.ഡി. സതീശൻ പറഞ്ഞ ന്യായം 1948 ഇത് സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് ദാനം ചെയ്യുമ്പോൾ ഉപാധികളോടെ കൊടുത്ത ഭൂമിയാണ്. വഖഫ് ചെയ്യപ്പെടാൻ ഉപാധികളോടെ വഖഫ് ചെയ്യപ്പെടാൻ പറ്റില്ല. ഉപാധികൾ വെച്ചാൽ പിന്നെ അത് വഖഫല്ലാതായി. അതുകൊണ്ട് തന്നെ ഈ സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് കൊടുത്ത ഭൂമി, ദാനമായി കൊടുത്ത ഭൂമി വഖഫാണെന്ന വാദം തെറ്റാണ് എന്ന് മുസ്ലിം സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് KM ഷാജി, മുനീർ, P.K. കുഞ്ഞാലിക്കുട്ടി, അതേപോലെ പാണക്കാട് തങ്ങൾ എന്ന് പത്രക്കാരോട് പറഞ്ഞത് എന്താ? പത്രക്കാരെ ആവർത്തിച്ച് ചോദിക്കുന്നു ഇത് വഖഫ് ഭൂമിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യേണ്ട, മുനമ്പത്ത് നിന്ന് ആൾക്കാർക്ക് കുടിയൊഴിയേണ്ടി വരില്ല എന്നുള്ളതാണ്. മുനമ്പത്ത് നിന്ന് ആളുകൾ കുടിയൊഴിയില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മുനമ്പത്ത് നിന്ന് ആളുകൾ കുടിയൊഴിയുക എന്നതിനേക്കാൾ ഉപരി ഇത് വഖഫാണോ എന്ന് തീരുമാനിക്കണം. കാരണം വഖഫാണ് എന്നുണ്ടെങ്കിൽ മുനമ്പത്തുകാർക്ക് കുടിയൊഴിയാൻ പറ്റില്ല എന്ന് കുടിയൊഴിയണ്ടെന്ന് തീരുമാനിക്കുന്നത് ആരാ? സർക്കാരിന് തീരുമാനിക്കാൻ പറ്റുമോ? ഇനി വഖഫ് ബോർഡിന് തന്നെ തീരുമാനിക്കാൻ പറ്റുമോ? വഖഫാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വഖഫ് ബോർഡിന് പോലും ആ ഭൂമിയുടെ മേലുള്ള അവകാശം തള്ളിക്കളയാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ആ ഭൂമിയുടെ മേലുള്ള അവകാശവാദവുമായിട്ട് ആർക്ക് വേണമെങ്കിലും ട്രിബ്യൂണലിനെ സമീപിക്കാം, ആർക്ക് വേണമെങ്കിലും കോടതി പോകാം, വഖഫ് ബോർഡിനോട് ആവശ്യപ്പെടാം. അതുകൊണ്ട് ഇത് വഖഫാണോ അല്ലേ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വി.ഡി. സതീശൻ ഇപ്പോ ഈ കുറ്റം മുഴുവൻ ചാരുന്നത് ആരെയാണ്? വി.ഡി. സതീശൻ കുറ്റം മുഴുവൻ ചാരുന്നത് സംഘപരിവാർ സംഘടനകളാണ്. ഈ വിഷയം കുത്തിപ്പൊക്കുന്നത് സജീവമായി നിലനിർത്തുന്നത് സംഘപരിവാർ സംഘടനകളാണെന്നാണ്. യഥാർത്ഥത്തിൽ സംഘപരിവാർ സംഘടനകൾ സമരത്തിലില്ല. സംഘപരിവാർ സംഘടനകൾ വഖഫ് നിയമത്തിന്റെ ഭേദഗതിക്ക് അനുകൂലമായിട്ടും അല്ലെങ്കിൽ ഈ വഖഫ് നിയമം തന്നെ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ വഖഫ് ആക്ടിന് എതിരായിട്ടും ഒക്കെ ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സമരത്തിലില്ല. സമരം നടത്തുന്നത് ആരാണ്? സമരം നടത്തുന്നത് അവിടുത്തെ ക്രൈസ്തവ ജനസമൂഹമാണ്. അവിടുത്തെ മുനമ്പം പ്രദേശത്തെ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട ആ ബാധിക്കപ്പെട്ട ജനസമൂഹമാണ്. ബാധിക്കപ്പെട്ട ജനസമൂഹത്തിൽ ക്രൈസ്തവരുണ്ട്, ഹിന്ദുക്കളുണ്ട്. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരം നടത്തുന്നത് പൂർണ്ണമായും വി.ഡി. സതീശൻ ആവർത്തിച്ച് അവിടെ പോയി പറയുന്നു ഇത് വഖഫ് നിയമമായിട്ട് ബന്ധമില്ല, വഖഫ് അല്ല എന്ന് പറയുമ്പോഴും മുനമ്പം ജനതയ്ക്ക് ഇത് ബോധ്യാവുന്നില്ല. കാരണം അവർക്കറിയാലോ, അവരുടെ കൺമുമ്പിൽ എന്താണ്? ഇത് 2019 മുനമ്പം ഭൂമി വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 1948 വഖഫ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ 50 വഖഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഭൂമി 2019 വഖഫിന്റെ രജിസ്റ്ററിൽ കടന്നു വരുന്നത്. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫിന്റെ രജിസ്റ്ററിൽ കടന്നു വിടുന്നത്? 1995 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, 2013 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ ഈ നിയമമാണ് ഈ ഭൂമിയെ വഖഫാക്കി പ്രഖ്യാപിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ഇത് വളരെ വ്യക്തമാണ്. പിന്നെയും ജനങ്ങളെ ഇങ്ങനെ തുടർച്ചയായിട്ട് പറ്റിക്കുക, വഞ്ചിക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങൾ മുഴുവൻ വി.ഡി. സതീശൻ പറയുന്നത് കേട്ട് അപ്പാടെ തൊണ്ട തൊടാതെ വിഴുങ്ങും എന്നാണോ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്? ഇത് അതിന് സംഘപരിവാറിന്റെ മെക്കെട്ട് കയറിയിട്ട് എന്താ കാര്യം? യഥാർത്ഥത്തിൽ UDF-ന് ഇനി പരസ്യമായിട്ട് ഇനി വി.ഡി. സതീശൻ പറയട്ടെ ഇത് വഖഫല്ല എന്ന് വി.ഡി. സതീശൻ പറയാൻ ധൈര്യമുണ്ടോ? ഇത് വഖഫ് ഭൂമിയല്ല എന്ന് വി.ഡി. സതീശൻ മാസങ്ങൾക്ക് മുൻപ് 6 മാസം മുൻപ് പറഞ്ഞ കാര്യം ഇപ്പോൾ പറയാൻ ധൈര്യമുണ്ടോ വി.ഡി. സതീശന്? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടല്ലോ, നിയാസ് പറയട്ടെ ഇത് വഖഫ് ഭൂമിയല്ല എന്ന വി.ഡി. സതീശന്റെ അഭിപ്രായത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് നിയാസ് പറയട്ടെ. അപ്പോ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തിന് മുമ്പിൽ ഇനി മുതൽ വി.ഡി. സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് മുട്ടുമടക്കേണ്ടി വരും, യാതൊരു സംശയമില്ല. നമ്മൾ ഇതിനു മുൻപും ഇതേപോലെ നിരവധി വിഷയങ്ങളിൽ
കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ മുമ്പിൽ, മുസ്ലിം തീവ്രവാദത്തിന് മുമ്പിൽ മുട്ടുമടക്കിയ സംഭവങ്ങൾ ഒട്ടനവധി ഉദാഹരണങ്ങൾ സഹിതം നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ സംഘപരിവാറിനെ ചാരിയിട്ട് രക്ഷപ്പെടാമെന്ന് കോൺഗ്രസ് വിചാരിക്കേണ്ട. യഥാർത്ഥത്തിൽ മുസ്ലിം വർഗീയവാദത്തിന്റെ തീവ്രവാദത്തിന് ചൂട്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ മുട്ടുമടക്കിയ കോൺഗ്രസ് ആണ് ജനങ്ങളോട് മറുപടി പറയേണ്ടത്. ഇവിടെ വർഗീയതയ്ക്ക് മുൻപിൽ മുട്ടുമടക്കിയത് കോൺഗ്രസ് ആണ്, വർഗീയവാദികളോട് സഖ്യം പുലർത്തുന്നത് കോൺഗ്രസ് ആണ്. എന്നിട്ട് ആ പാപഭാരം മുഴുവൻ സംഘപരിവാറിന്റെ ചുമലിൽ ചാർത്തി ജനങ്ങളെ പറ്റിക്കാം, വഞ്ചിക്കാം, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം എന്ന് വിചാരിച്ചാൽ ഇനി അത് നടപ്പില്ല. കോൺഗ്രസ് നേതൃത്വം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അത് നടക്കുന്ന പ്രശ്നമില്ല. ജനങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് കാണാം. ഇവരുടെ ഒത്തുകളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ മുനമ്പത്തുകാരെ മാത്രമല്ല, ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ക്രൈസ്തവ സഭയെയും ആ സഭയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് മുനമ്പത്തെത്തുന്ന ക്രൈസ്തവ സമൂഹത്തെയും അടക്കം ഒന്നടങ്കം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ ജനതയെ അപ്പാടെ വഞ്ചിക്കുന്നു ഇവര്. നേരത്തെ തന്നെ ഇസ്ലാമിക വർഗീയതയ്ക്കൊപ്പം നിൽക്കുന്ന അതേ നിലപാട് ഇപ്പൊ മുനമ്പത്ത് ക്രൈസ്തവ ജനതയ്ക്കെതിരായിട്ട് തുടർന്നുകൊണ്ടു പോവുകയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രാഥമികമായിട്ട് നമുക്ക്